നിങ്ങളൊരു എംപ്ലോയി അല്ലെങ്കിൽ നിങ്ങളൊരു ടീം മെമ്പറെ ഹയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ടീം മെമ്പറെ ഹയർ ചെയ്യാം, അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിനെ ഹയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചാലഞ്ചസിനുള്ള മെയിൻ റീസൺസ് എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടില്ല. നമുക്ക് 5 കാര്യങ്ങൾ കവർ ചെയ്ത് പോകാം. ലൈക്ക് ഇപ്പോൾ മെയിൻലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹയേഴ്സ്, നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ ഹയർ ചെയ്യുന്ന ആളുകളിൽ നമ്മൾ വരുത്തി വെക്കുന്ന കുറച്ച് മിസ്റ്റേക്സുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു റോൾ ക്ലാരിറ്റി ഇല്ലാതെ ഹയർ ചെയ്തിട്ടുണ്ടാക്കുന്ന മിസ്റ്റേക്സുകളുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ട് ഓൺബോർഡിംഗ് കോളോ കാര്യങ്ങളോ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തവർ, ഓൺബോർഡിംഗ് പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യാത്തവർക്കുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ എപ്പോൾ ഫയർ ചെയ്യണം, എപ്പോൾ ഒഴിവാക്കണം, എപ്പോൾ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ല എന്നുള്ളതിന് അതിന് ഡിലേ ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുള്ള അങ്ങനെ ടോട്ടലി ഒരു 5 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ദ ഫസ്റ്റ് ഹയർ മിസ്റ്റേക്സ് എവരി ഫൗണ്ടർ മേക്സ്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്, സോ ഞാൻ അവനെ ഹയർ ചെയ്യാണ് എന്നുള്ള രീതിയിൽ പലപ്പോഴും പല ഡിസിഷൻസും പലരും എടുക്കാറുണ്ട്. അത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബിസിനസ്സിനും കമ്പനിക്കും അയാളെ കൃത്യമായിട്ട് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരാളെ നമുക്ക് കംഫർട്ടബിൾ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ന കാരണത്താൽ നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് എന്താണോ ആപ്റ്റ് ആയിട്ടുള്ള ജോബ് റോൾ എന്താണോ അത് അയാൾക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അത് പിന്നീട് ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുണ്ടല്ലോ, ആളോട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഫ്രണ്ട്, കസിന്, നമ്മളെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹയർ ചെയ്യുന്നുണ്ടാവും. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രേഞ്ചർ ആയാലും പ്രശ്നം. 2 ആസ്പെക്റ്റ് ആണ് അതിൽ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സും കസിനും ഫാമിലിയിലെ ആൾക്കാരൊന്നും അങ്ങനെ ഹയർ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി അങ്ങനെ ചെയ്യരുത് എന്നുള്ളതല്ല പറയുന്നത്, അല്ലെങ്കിൽ ചെയ്തത് തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ സമയത്ത് നമുക്ക് മിസ്റ്റേക്സ് വരാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിന് പകരം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തീരെ അറിയാത്ത ഒരാളെ ഹയർ ചെയ്യാണോ, അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹയർ ആണോ വെച്ച് കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമുണ്ട്. ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടോട്ടൽ ആയിട്ടുള്ള ഒരു സ്ട്രേഞ്ചറിനെ ഹയർ ചെയ്താലും നമുക്ക് പ്രശ്നമാണ്. മനസ്സിലായില്ല? അപ്പോൾ അവിടെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷൻ നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ നോക്കണം. ക്വാളിഫിക്കേഷൻ ഇൻ ദ സെൻസ് അവരുടെ സർട്ടിഫിക്കറ്റിലുള്ള ക്വാളിഫിക്കേഷൻസ് അല്ല, അവരുടെ എക്സിക്യൂഷൻസ്, അവരുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാം നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചർ എന്ന് പറയുമ്പോൾ ഇൻ ദ സെൻസ് അയാൾക്ക് നമ്മൾ ഒരു പരിപാടി അറിയില്ല എന്നുള്ളത്, നമ്മളെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല, പക്ഷേ നമ്മൾ ഒരു കാര്യങ്ങളും പ്രോസസ്സും അറിയാത്ത ഒരാൾക്ക് നമ്മളിലോട്ട് വന്ന് ഇത് ഫിറ്റ് ആവുന്നത് ഭയങ്കര പാടായിരിക്കും. പക്ഷേ ആൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പറ്റണം, ഓക്കെ ഇന്നതാണ് നമ്മൾ എന്നുള്ളത് മനസ്സിലാക്കി അതിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. സോ നമ്മളൊരു ഫാമിലി, ഫ്രണ്ട്സ്, കസിൻസിനൊക്കെ ജോലി കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ജോബ് റോളിന് ആപ്റ്റ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ സ്കിൽസ് ഇല്ലാത്ത ആളുകളെ നമ്മൾ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുകയും ചെയ്യും, അത് നമ്മളെ ബന്ധത്തെ ബാധിക്കുകയും ചെയ്യുന്നുള്ളത് പലപ്പോഴും കാണാറുണ്ടെന്നുള്ളതാണ്. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ലോയാലിറ്റി ആൻഡ് കോമ്പറ്റൻസി ആർ ഡിഫറെൻറ്റ് തിങ്സ്. അതായത് നമ്മളോട് ലോയാലിറ്റി കീപ്പ് ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ കോമ്പറ്റൻസി കീപ്പ് ചെയ്യാന്നുള്ളതും രണ്ട് ഡിഫറെൻറ്റ് ആസ്പെക്റ്റിലുള്ള സംഗതിയാണ്. ശരിക്കും നമ്മളിത് രണ്ടും നമുക്ക് ഒരാളിൽ വേണം എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇനീഷ്യൽ ഫസ്റ്റ് ഹയർ ചെയ്യുന്ന ആളുകളിൽ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള സാധനം പറയുന്നത് ഇത് രണ്ടും ഒരാളിൽ ഉണ്ടാവില്ല, ഓരോരുത്തർക്കും ഓരോന്നും ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഫസ്റ്റ് ഹയറിൽ നമുക്ക് സംഭവിക്കുന്ന 1-2 മിസ്റ്റേക്സിൽ പെട്ട സംഗതിയാണ്. ആൻഡ് അടുത്തൊരു പ്രോസസ് നമ്മൾ പറഞ്ഞത് മെയിനായിട്ട് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹയറിംഗ് വിത്തൗട്ട് റോൾ ക്ലാരിറ്റി എന്നുള്ളതാണ്. അതായത് ഇന്ന റോളിലോട്ടാണ് ഇയാളെ ഹയർ ചെയ്യുന്നത്, ഇയാൾ എന്ത് പണിയാണ് നമ്മൾ ബിസിനസ്സിൽ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഏരിയാസിലാണ് ആൾ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഡിഫൈൻ ചെയ്യാവുന്നതാണ്. പലപ്പോഴും നമ്മൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തായോ, അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽപ്പ് മീ വിത്ത് എവറിത്തിങ്, നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നിങ്ങൾ ഇടപെടണം, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ല. നമ്മൾ അയാളെ വെച്ച് ഫയർ ഫൈറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നിനും കോൺട്രിബ്യൂഷൻസ് തരാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും ഒരു ഡിസ്പ്യൂട്ടിലോട്ടൊക്കെ പോകാനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. സോ വിത്തൗട്ട് ക്ലാരിറ്റി ദ ഹയർ ഫിഗേഴ്സ് ഇറ്റ് ഔട്ട് റോങ്. അതായത് ആ ക്ലാരിറ്റി കൊടുക്കാതെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹയറിങ്സ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹയറിംഗിൽ നമ്മൾ ആ ക്ലാരിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആളെ നമ്മൾ കൊണ്ടുവന്നതിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഹയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഇതൊന്നും പോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. ഈ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരിക്കും അയാൾ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. ഹയർ ചെയ്തതിനുള്ളിൽ വന്നു കഴിയുമ്പോൾ അയാൾ എടുക്കേണ്ട പണി ഇതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ പസിൽ ഉണ്ടാക്കുമ്പോൾ പസിലിനകത്തൊരു റോങ് ആയിട്ട് സംഭവം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവില്ലല്ലോ. അതങ്ങനെ ഒരു മിസ്മാച്ച് ആയിട്ട് അവിടെ നമ്മൾ ഓർഗനൈസേഷനുള്ളിൽ ഒരാൾ ഉണ്ടാകുമ്പോൾ ആ ഓർഗനൈസേഷൻ്റെ ഫുൾ സ്ട്രക്ചറിൽ ആ മിസ്മാച്ച്, ആ ഒരു എൻറ്റയർ സ്ട്രക്ചറിലെ മിസ്മാച്ച് നമ്മൾ എൻറ്റയർ ഓർഗനൈസേഷനെ കൊളൈഡ് ചെയ്യുന്നതിലോട്ട് വരെ ലീഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. സോ അത് കൃത്യമായിട്ട് ക്ലാരിറ്റി നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം. അതല്ല എന്നുണ്ടെങ്കിൽ യു ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്, ദേ ഫീൽ ലോസ്റ്റ്, ബോത്ത് ലോസ്. നിങ്ങൾക്ക് അതിൻ്റെ പുറത്ത് ഭയങ്കര ഫ്രസ്ട്രേഷനും ട്രസ്റ്റും ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അവർക്ക് ഇതിൽ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടും അവരും ലോസ്റ്റ് ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. രണ്ടുപേർക്കും നഷ്ടം മാത്രമാണ് ബാക്കിയാവുന്നത്. സോ അവിടെ ക്ലാരിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ക്ലാരിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആൾക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ റോളിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതും ഒരേ സമയം നോക്കണം. അയാൾക്ക് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അയാൾ നോക്കണം. അതേസമയം നമുക്ക് നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ജോബ് റോളിലോട്ട് പറ്റിയ ഒരു പേഴ്സൺ ആണ് ആളെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഫിറ്റ് ഔട്ട് ചെയ്യാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ രണ്ടുപേർക്കും നഷ്ടം മാത്രമാണ് ഉണ്ടാകുന്നത്. സോ നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ എക്സാക്ട്ലി വാട്ട് ദിസ് പേഴ്സൺ ഡസ് എവറി ഡേ. ഇഫ് യു കാൻറ്റ്, യു ആർ നോട്ട് റെഡി ടു ഹയർ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങളൊരാളെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഓർഗനൈസേഷനിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ അയാൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള
എന്നുള്ളതിനെ കൃത്യമായി റൈറ്റ് ഡൗൺ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ചെയ്യാനായിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നത്. സോ നമുക്ക് കൃത്യമായിട്ട് അവർക്ക് വേണ്ട ജോബ് ഡിസ്ക്രിപ്ഷൻസ് JDs നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. അതിന് അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ ഓൺബോർഡിംഗ് നോബഡി ഡസ്. ലൈക്ക് മോസ്റ്റ് ഫൗണ്ടേഴ്സ് ഹയർ ആൻഡ് എക്സ്പെക്ട് ദ പേഴ്സൺ ടു ക്യാച്ച് ഓൺ. അതായത് അയാൾ വരുന്നു, നമ്മൾ ഹയർ ചെയ്യുന്നു, ഓർഗനൈസേഷൻ്റെ അകത്തിടുന്നു, ഇനി അവൻ നോക്കിയിട്ട് ചെയ്തോളും, അല്ലെങ്കിൽ അവൻ പഠിച്ചോളും, അല്ലെങ്കിൽ അവൻ വേണ്ട കാര്യങ്ങൾ ചെയ്തോളും എന്നുള്ള രീതിയിൽ പലപ്പോഴും അങ്ങനെ വിടാറുണ്ട്. അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് ഉണ്ടാവില്ല, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 30 days പ്ലാൻ പോലും ഉണ്ടാവില്ല. ഐ മീൻ നിങ്ങൾ ഒരു ആളെ ഹയർ ചെയ്തിട്ട് നമ്മൾ ഓർഗനൈസേഷനിൽ ഇട്ടിട്ട് ഇതൊക്കെ നോക്കി അങ്ങ് പഠിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ പ്രോബബ്ലി സംഭവിക്കുന്നത് എന്താണ്, അയാൾ ചെയ്യേണ്ട പണിയായിരിക്കില്ല ചെയ്യുക, വേറൊരാൾ ചെയ്യാൻ ഏൽപ്പിച്ച പണി അയാൾ കയറി ചെയ്യും, വേറൊരാൾ പണി ചെയ്യുന്ന ഇയാൾ കയറി ചെയ്യുമ്പോൾ അയാൾക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളിലോട്ട് അത് ലീഡ് ചെയ്യും. അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്സ് അയാൾക്ക് കൊടുക്കണം. അതായത് ആദ്യത്തെ ഒരു 30 days അല്ലെങ്കിൽ ഒരു പ്രൊബേഷൻ പീരീഡ് കൊടുത്തിട്ട് അതിൽ പ്രോപ്പർ ആയിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് തന്നെയാണ് സിസ്റ്റം ആയിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഓൺബോർഡിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് അതിൽ 3 months ഒരു വേസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾ ആളെ ഓർഗനൈസേഷൻ ഉള്ളിലിട്ടിട്ട് ഒരു 3 മാസം ഇങ്ങനെ നോക്കുക, അവൻ എന്താ ചെയ്യുന്നത്, ആ 3 മാസം കഴിഞ്ഞിട്ട് അയാൾ അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നു വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കത്തുള്ളൂ. ആദ്യത്തെ ഒരു മാസത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്കംസ് ടാസ്കുകൾ കൊടുത്ത് അവരതിൽ വർക്ക് ചെയ്യിപ്പിച്ച് അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ്സ് കൊടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്താലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അവരെ മനസ്സിലാക്കാനും അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനും പറ്റുക. അതിനനുസരിച്ചാണ് ഓർഗനൈസേഷനിൽ അയാൾ ഫിറ്റ് ഔട്ട് ആണോ ഫിറ്റ് അല്ല എന്നുള്ളതൊക്കെ ക്ലീൻ കട്ടായിട്ട് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്രോസസ്സ് പോകേണ്ടതെന്നുള്ളതാണ്. സോ അവിടെ ഓൺ ബോർഡിംഗ് ലൈക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ വീക്ക് 1 ഇപ്പോൾ ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒബ്സർവ് എന്നുള്ള പറയാം, ആൻഡ് രണ്ടാമത്തെ വീക്ക് എന്ന് പറയുന്നത് അസിസ്റ്റ് എന്നാണ് പറയാം, ആൻഡ് നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഡു വിത്ത് സൂപ്പർവിഷൻ, ആൻഡ് നെക്സ്റ്റ് വീക്ക് ആവും എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ വീക്ക് നമ്മൾ ആളെ ഒബ്സർവ് ചെയ്യാണ് ചെയ്യേണ്ട, ആളെ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. രണ്ടാമത്തെ വീക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട അസിസ്റ്റൻസ് നമ്മൾ കൊടുത്തു തുടങ്ങണം. മൂന്നാമത്തെ വീക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, അവർ പ്രോപ്പർ ആയിട്ടുള്ള സൂപ്പർവിഷൻ മാത്രം കൊടുക്കുക, നേരിട്ട് അസിസ്റ്റ് ചെയ്യാതെ അവർക്ക് വേണ്ട സൂപ്പർവിഷൻ കൊടുക്കുക. നാലാമത്തെ വീക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ അയാളത് എന്ത് ചെയ്യണം, ഓൺ ചെയ്തത് ഓൺഷിപ്പ് എടുത്ത് അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്തു തുടങ്ങണം. അപ്പോഴാണ് ആ ഒരു ഹയറിംഗ് പ്രോപ്പർ ആയിട്ടുള്ളത്. നാലാമത്തെ വീക്ക് ആകുമ്പോൾ അയാൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സംതിങ് വെന്റ് റോങ്. അവിടെ എന്താണോ പ്രോബ്ലം ഉള്ളത് അത് ഫോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾ ഇതിന് ഫിറ്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അയാളെ ഇതിന്റെ അകത്ത് നിന്ന് കുറെ കാലം പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ്, അയാൾക്കും സ്വാഭാവികമായിട്ടുള്ള അയാളുടെ ടൈമും അയാളുടെ എഫേർട്ടും അയാളുടെ എനർജിയും ഒക്കെ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ വേസ്റ്റ് ആവാം. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കമ്പനീസിലൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഹയർ ചെയ്യുന്നതിനെക്കാട്ടിൽ ഫാസ്റ്റ് ആയിട്ട് ഫയർ ചെയ്യണം. അതായത് അടുത്ത പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ഏത് സമയത്ത് എങ്ങനെ നിങ്ങൾ ആരെ ഫയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് മോസ്റ്റ് ഫൗണ്ടേഴ്സ് നോ വിത്തിൻ ലൈക്ക് 60 days ഇഫ് ഹയർ ഡിസ് നോട്ട് വർക്കിംഗ്. ലൈക്ക് ഒരു 60 ദിവസത്തിനുള്ളിൽ തന്നെ പല ഫൗണ്ടേഴ്സിനും നമ്മുടെ ഓർഗനൈസേഷൻ ഒക്കെ അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ 6 മാസമൊക്കെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ബെറ്റർ ആവും എന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് റയർ കേസസിലാണ് അങ്ങനെ ബെറ്റർ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുള്ളതാണ്. അതല്ലാത്ത കേസസിലൊക്കെ ഒരു 99% കേസസിലും അത് റോങ് ആയിട്ട് പോവുകയും അവിടെ കോസ്റ്റ് എത്ര വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടീമിന്റെ കൾച്ചറിനെ ചിലപ്പോൾ അത് ബാധിക്കാം, നമ്മുടെ ടീമിന്റെ മൊറാലിനെ അത് ബാധിക്കാം, നമ്മുടെ ടൈം കുറെ വേസ്റ്റ് ആവാം, അവരുടെ ടൈം കുറെ വേസ്റ്റ് ആവാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ഹയർ ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ലീവ് ഓൺ ബോർഡിംഗ് കോളും പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ പോലും ഈ ഓർഗനൈസേഷനിൽ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പല ആളുകളും പെർഫോം ചെയ്യാതെ കാണുന്ന സമയത്ത് നമ്മൾ പേഴ്സണലി വിളിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ അവർക്ക് നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിലെ കൾച്ചറിലോട്ട് ചിലപ്പം ആപ്റ്റായി പോകാനുള്ള ചാലഞ്ചസ് ഉണ്ടാവും. അവർ ട്രൈ ചെയ്യുന്നുണ്ടാവും, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങും ആള് റൈറ്റ് ഫിറ്റ് അല്ല, നമ്മൾ എക്സാക്ട് നമ്മൾ ആൾക്ക് കൊടുത്തിട്ടുള്ള അസൈൻ ചെയ്തിട്ടുള്ള അസൈൻമെന്റ് അല്ലെങ്കിൽ ജോബ് റോളിന് ആൾ ഫിറ്റ് അല്ല. ആൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ആളെ കൊണ്ട് ഇത് പറ്റുന്നില്ല. ആളെ കൂടുതൽ സ്ട്രെസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, ആളെ കൂടുതൽ പ്രഷർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, അത് ടീമിന്റെ കൾച്ചറിനെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ പോയിന്റിൽ ക്വിക്ക് മൊമെന്റിൽ ആളെടുത്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു എക്സിറ്റ് പോളിസിലോട്ട് മൂവ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് ഒരു എക്സിറ്റ് കോൾ കൊടുത്തിട്ട് ഫയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ടീം മെമ്പേഴ്സിനെ ഫയർ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് കൃത്യമായിട്ട് പറയാറുണ്ട്, നിങ്ങളിവിടെ നിൽക്കുന്നതിൽ ഇപ്പം എനിക്ക് നിങ്ങൾക്ക് ഒരു 30,000 40,000 rupees മന്ത്ലി സാലറി ഒന്നുകൊണ്ട് വലിയ നഷ്ടമൊന്നും ഉണ്ടായിക്കോളുന്നില്ല. പക്ഷേ നിങ്ങൾ ഇമ്പ്രൂവ് ആവുന്നവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതേ എഫേർട്സ് ഇതേ കമ്മിറ്റ്മെന്റ് നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ജോബ് റോളിൽ കറക്റ്റ് കൾച്ചറിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു 10x റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ നിങ്ങളുടെ കരിയറിലെ ഗോൾഡൻ പീരീഡ് ഇവിടെ വേസ്റ്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഹയർ ചെയ്യുന്നതാണ് ഞാൻ കൃത്യമായിട്ട് പറയാറുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ കമ്പനിയിൽ വേറൊരാൾക്ക് വന്നാൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റും, പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കമ്പനിയിൽ ഇതിലും പെർഫോം ചെയ്യേണ്ട ഒരു പേഴ്സൺ ആയിരിക്കും. നമ്മുടെ കമ്പനിയിൽ നിന്നിട്ട് അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും, അയാളുടെ കരിയറിൽ ഒരു ഗ്യാപ്പ് വരുന്ന സിറ്റുവേഷൻസ് വരും. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഇൻഡിവിജ്വലിന്റെ ഗ്രോത്തിനും കൂടി നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ അവരെന്ത് ചെയ്യണം, നേരത്തെ തന്നെ പറഞ്ഞയക്കാൻ നമ്മൾ പറ്റണം എന്നുള്ളതാണ്. സോ അവിടെ നമ്മൾ എപ്പോഴും ഒരു ഹാർഡ് കോൺവെർസേഷൻസ് എന്നുള്ളത് ബേസിക്കലി വലിയൊരു പെയിനിൽ നിന്ന് നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് ഇപ്പം എങ്ങനെ അയാളെ പറഞ്ഞേക്കുക, എങ്ങനെ അയാളോട് പറയാം എന്നൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ. എന്നാൽ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും അയാൾ അതിൻ്റെ ഒത്ത് നിന്ന് കഴിഞ്ഞാൽ അയാൾക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അത് വലിയ ബുദ്ധിമുട്ടുകളിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചെറിയ ബുദ്ധിമുട്ടുകളിൽ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്താണ് പൊതുവെ ചെയ്യാറുള്ളതിലോട്ട് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ ഈസ് ഹൈസ് ഫോർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ലേണിംഗ് സ്പീഡ് ആൻഡ് അതുപോലെ തന്നെ സ്കിൽസ് ക്യാൻ ബി ടോട്ട് എന്നുള്ളതാണ്. അത് സിമ്പിൾ
സിമ്പിളായി പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന സാധനമുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ നോക്കും. അതിലിപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി ആൾക്കുള്ള ക്വാളിഫിക്കേഷൻ എത്രത്തോളം നോക്കുന്നുണ്ടാവും, ആളുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടാവും, ആളുടെ സ്കിൽസ്. ഇതാണ് ഫസ്റ്റ് 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ 2 കാര്യങ്ങൾ ഇപ്പോൾ ആൾക്ക് സ്കില്ലും ക്വാളിഫിക്കേഷനും ഒന്നും ഇല്ലെങ്കിലും, ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് അയാൾ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും, സ്കിൽ ഇല്ലെങ്കിൽ അയാൾ അപ്പ് സ്കിൽ ചെയ്യാൻ പറ്റും, റീസ്കിൽ ചെയ്യാൻ പറ്റും, അയാൾക്ക് സ്കില്ലുകൾ പഠിപ്പിച്ചു കൊടുക്കുക, ട്രെയിനിങ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും, ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും നടക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ആറ്റിറ്റ്യൂഡ് വേണം, ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് വേണം, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് അയാൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ മൈൻഡ് സെറ്റും ആറ്റിറ്റ്യൂഡും ഉള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ പലപ്പോഴും ഹയർ ചെയ്യാറുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുള്ള ഒരു മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. അത് അത്രത്തോളം അയാൾ ലേൺ ചെയ്യാൻ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അത്രത്തോളം അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അത്രത്തോളം അയാൾക്ക് അക്സെപ്റ്റൻസ് ഉണ്ട്, റിജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് നോക്കിയിട്ടാണ് നമ്മൾ ഓർഗനൈസേഷനിലോട്ട് ഹയർ ചെയ്യാറുള്ളത്. ആൻഡ് എല്ലാ റോളുകൾക്കും കൃത്യമായിട്ടുള്ള റിട്ടൺ ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ട്. ലൈക്ക് ഒരു ജോബ് ടൈറ്റിൽ അല്ല നമ്മൾ കൊടുക്കാറുള്ളത്. ആ ജോബ് ടൈറ്റിൽ അപ്പുറത്തോട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 2 പേജ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ ഹയറിംഗ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു CV ഒരു പ്രൊഫൈലൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ആൾക്ക് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് അയാളെടുത്ത് പറയും, നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഗോ ത്രൂ ചെയ്തിട്ട് നിങ്ങൾ അത് ഓക്കെ ആണെന്നുള്ളത് ആദ്യം നോക്കൂ. എന്നിട്ട് ഈവൻ ഫസ്റ്റ് ലെവൽ ഇന്റർവ്യൂ, സെക്കൻഡ് ലെവൽ ഇന്റർവ്യൂലോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആളെടുത്ത് പറയും, ഫസ്റ്റ് ലെവൽ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ഏകദേശം ക്ലാരിറ്റി കിട്ടിയല്ലോ എന്താണ് പ്രോസസ് എന്നുള്ളത്. സോ സെക്കൻഡ് ലെവൽ ഇന്റർവ്യൂലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നാൽ നന്നായിരിക്കും എന്ന് പറയും. പല സമയത്തും പല എംപ്ലോയീസ് ഒക്കെ നമുക്ക് 2 പേജ് 3 പേജ് ഡോക്യുമെന്റ് ചെയ്തിട്ട് ഒരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഓർഗനൈസേഷനകത്ത് പേഴ്സണലി എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്ത് ഡോക്യുമെന്റ് ആയിട്ടൊക്കെ വരാറുണ്ട്. സോ അത്തരത്തിലുള്ള എഫേർട്ട് ഇടുന്ന ടീം മെമ്പേഴ്സും നല്ല ടീം മെമ്പേഴ്സും നമുക്ക് ഹയർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. സോ അത്തരത്തിലൊരു സിസ്റ്റം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 30 ഡേ റിവ്യൂ ടേബിൾ, കൃത്യമായിട്ടുള്ള റിവ്യൂ സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 1 വീക്ക് ട്രെയിനിങ് ആണെങ്കിൽ, രണ്ടാമത്തെ വീക്ക് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്, മൂന്നാമത്തെ വീക്ക് അതിന്റെ ഇംപ്രൂവ്മെന്റ് ആണ്, 4th വീക്ക് അതിന്റെ ഇവാലുവേഷൻ ആണ്. ഇങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈവൻ സെയിൽസിലൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ക്ലിയർ ആയിട്ട് നമ്മൾ ഇവിടെ ടീമിനെ കൊണ്ടുപോകാറുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. ആദ്യത്തെ വീക്ക് അവർക്ക് ഫുൾ ആയിട്ട് ട്രെയിനിങ് കൊടുക്കും, രണ്ടാമത്തെ വീക്ക് ആകുമ്പോഴത്തേക്ക് അവർ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണം, മൂന്നാമത്തെ വീക്ക് ആകുമ്പോൾ ആ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ബേസിലുള്ള ഇംപ്രൂവ്മെന്റ് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ആൻഡ് 4ാമത്തെ വീക്ക് ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ഇംപ്രൂവ്മെന്റ് വന്നിട്ടുള്ള ആൾക്കാർ മാത്രം ടീമിൽ സർവൈവ് ചെയ്യും. അതല്ലാത്തവർക്ക് അതിന്റെ ഇവാലുവേഷൻ റിസൾട്ട് ഉണ്ടാവും, അവർ PIP-ലോട്ടോ അല്ലെങ്കിൽ അവർ ഫയറിംഗിലോട്ടോ നമ്മൾ ഫോർവേഡ് ചെയ്യും. അതിൽ കൂടുതൽ സമയം അവരുടെ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല, നമ്മുടെ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ കൾച്ചർ എന്താണ് അത് കൃത്യമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മളുടെ കമ്പനിക്കും നമ്മളുടെ സിസ്റ്റത്തിനും ഒക്കെ ഒരു കൾച്ചർ ഉണ്ടാവും. ആ കൾച്ചർ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം, ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റണം, അവർക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാനും പറ്റണം. എന്താണ് നമ്മുടെ കൾച്ചർ എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലാരിറ്റി കൊടുക്കാനും പറ്റണം. അതിനോട് അവർ അലൈൻഡ് ആണോ എന്ന് നമ്മൾ നോക്കാൻ വേണം. അവർക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഹയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് പൊതുവേ ഞങ്ങൾ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫസ്റ്റ് ഹയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യണം. നിങ്ങളൊരു ഇനീഷ്യൽ കോർ ടീം സെറ്റ് ചെയ്യുന്നത്, നിങ്ങളൊരു ഗ്രോത്ത് ടീം സെറ്റ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നിങ്ങളെ ലോങ് ടേം കമ്മിറ്റ്മെന്റിൽ ലോങ് ലാസ്റ്റ് ചെയ്യേണ്ട ആളുകളാണ്. ആൻഡ് എനിക്കിതിൽ എപ്പോഴും നിങ്ങൾ പറയേണ്ട സാധനം, നിങ്ങൾക്ക് അത് റോങ് ആവാം, മിസ്റ്റേക്സ് വരാം. റോങ് ആയാൽ മിസ്റ്റേക്സ് വന്നാൽ എത്രയും വേഗം നിങ്ങളത് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം നിങ്ങൾ വൈകിപ്പിക്കുന്നു അത്രത്തോളം നിങ്ങളെ കൾച്ചറിനെ, നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ബിസിനസിന്റെ ഹെൽത്തിനെ അത് ബാധിക്കും എന്നുള്ളതാണ്. സോ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഇറ്റ് റൈറ്റ്, യൂസ് മൾട്ടിപ്ലൈ യുവർ സെൽഫ്. ലൈക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുള്ള കൾച്ചർ ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഹയർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളെ തന്നെയാണ് ആക്ച്വലി മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അത്തരത്തെ ആൾക്കാരെ നിങ്ങളുടെ ടീമിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്. ആൻഡ് ഇന്നത്തെ കാലത്ത് ടീം മെമ്പേഴ്സിന്റെ കമ്മിറ്റ്മെന്റും അതുപോലെ തന്നെ അവർക്കുള്ള കോൺഫിഡൻസും ക്ലാരിറ്റിയും കൺസിസ്റ്റൻസി ഒക്കെ വളരെ കുറവാണ് കമ്പയറിംഗ് ടു നമ്മൾ ജെൻസീസിനെ കുറിച്ചും മില്ലേനിയൽസിനെ കുറിച്ചൊക്കെ കമ്പാരിസൺ എടുക്കുന്ന സമയത്ത് പലപ്പോഴും പല പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പേ സ്കെയിലിന്റെ അപ്പുറത്തോട്ട്, ഇൻസെന്റീവിന്റെ അപ്പുറത്തോട്ട് ഒരു അറ്റ്മോസ്ഫിയറും ഒരു എൻവയോൺമെന്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു കൾച്ചറൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, പ്രോപ്പർ ആയിട്ടുള്ള റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻസ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, അപ്രിസിയേഷൻസ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ ടീം മെമ്പേഴ്സിനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ കൂടെ നമ്മളെ വിഷനിലോട്ട് അലൈൻഡ് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹയർ ചെയ്യാൻ മാത്രമല്ല, ഹയർ ചെയ്യുന്ന സമയത്ത് ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ അവരെ മാനേജ് ചെയ്യുന്ന സമയത്ത്, ലീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളവരെ കൂടെ നിർത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയും, ഒരു ലീഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന എങ്ങനെയാണ്, ലൈക്ക് അവരെ മുന്നിൽ ഇറക്കി നിന്നിട്ട് നമ്മൾ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരല്ല, നമ്മൾ മുന്നിൽ നിന്നിട്ട് നമ്മളെ പിന്നിൽ അവരെ നിർത്തുന്നതാണ്. ലൈക്ക് അവരുടെ ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്, അല്ലാതെ നമ്മൾ അവരെ മുന്നിൽ നിർത്തിയിട്ട് നമ്മൾ അവരെ പിന്നിൽ നിൽക്കലല്ല എന്നുള്ളതാണ്. സോ അത് കൃത്യമായിട്ട് നമുക്ക് ആ റൂളറും ലീഡറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സിനെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ടീം മെമ്പേഴ്സിനെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷൻ അതിൻ്റെതായ ഗ്രോത്ത് ഉണ്ടാവും. കാരണം ഒരു സെറ്റ് ഓഫ് പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ ലീഡ് ചെയ്യുന്നത് അവരാണ്, നമ്മളല്ല. നമ്മൾ അവരെ പ്രോസസ് അനുസരിച്ചാണ്, അതിനനുസരിച്ചാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് അനുസരിച്ചാണ് നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ അതിനനുസരിച്ച് പറ്റിയ ടീം മെമ്പേഴ്സിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം, കീപ്പ് ചെയ്യാൻ പറ്റണം. അതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രോസസ്സുകൾ ബിൽഡ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ സംസാരിച്ചതൊക്കെ പീപ്പിളിനെ കുറിച്ചാണ്, നമ്മളെ ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ചാണ്. ഇതിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പീപ്പിൾസ് അല്ല, കമ്പനി, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പ്രോസസ്സാണ് കമ്പനി ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ പീപ്പിൾ വിൽ ലീവ്, ബട്ട് പ്രോസസ്സ് അവിടെ എന്ത് ചെയ്യണം, എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളതും കൂടി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് നല്ല റൈറ്റ് ടീം മെമ്പേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ റൈറ്റ് ടീം മെമ്പേഴ്സിനെ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് ഗ്രോത്തും കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരാനും പറ്റട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.